ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക, സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക. അതിനായിട്ട് ഞാൻ ഇത് 8 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയെണ്ണത് നമുക്ക് രാവിലേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്നാൽ മതി. അതങ്ങോട്ട് മാറ്റിക്കുക. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, അത് മിക്സിയിലിട്ട് ജാറിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണിത്. അതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തക്കാളിയുടെയും സവാളയുടെയും പേസ്റ്റാണത്. അതൊന്ന് 1-2 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത് പിന്നെ കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് കുക്കറിൻ്റെ ടൈറ്റ് ചെയ്ത് അടയ്ക്കേണ്ട, ചുമ്മാ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒന്ന് വെന്ത് കിട്ടും. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വേണം ഇത് ടൈറ്റ് ചെയ്ത് അടയ്ക്കല്ലേ കുക്കറിൻ്റെ അടപ്പ്. അത് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് 1 ടീസ്പൂൺ ഇട്ടെടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് പിന്നെ വേണ്ടുന്ന 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ അതൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ഉണ്ടാക്കി, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ചപ്പാത്തിയിലൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണിത്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. ആ കടലയൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ തരിക. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. ഇതേപോലെ കറികളൊക്കെ വെക്കുമ്പം നമ്മൾ ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ കറികളൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. പച്ചവെള്ളം ചേർക്കാതെ ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് 5-6 വിസിൽ കേൾപ്പിക്കാനുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണക്കാക്കി വെള്ളം നിങ്ങൾ ആവശ്യത്തിന് അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് അടച്ച് വെച്ച് 5-6 വിസിൽ കേൾപ്പിക്കണം. അപ്പോൾ അത് നന്ന് വെന്ത് കിട്ടും. ആ സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പില്ലെങ്കിൽ ഒരല്പം 1/4 കപ്പ് തേങ്ങ എടുത്താലും മതി. വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയ കടല ആയിട്ടുണ്ട്. നല്ല കുറുകിയതാണ്, കണ്ടില്ലേ. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച കാഷ്യൂ അണ്ടിപ്പരിപ്പ് അരച്ച് എന്ന മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണക്കിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കടലയ്ക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് 1/4 ടീസ്പൂൺ കായം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല കറി റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ കടലക്കറി. കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനിത് ചപ്പാത്തിയിലൂടെയാണ് ഈ കറി ഉണ്ടാക്കിയത്. നിങ്ങൾ ചപ്പാത്തിയിലൂടെ, അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ നല്ലൊരു കറിയാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.